വണ്ണം കൂട്ടാൻ ചില മാർഗങ്ങൾ. സമീകൃതമായ പ്രഭാത ഭക്ഷണം നിങ്ങളുടെ ഉപാചയ പ്രവർത്തനങ്ങളെയും വിശപ്പിനെയും ഉണർത്തും. ധാന്യങ്ങളും പ്രോട്ടീനും അടങ്ങിയതാവണം ഭക്ഷണം. കൂടെ ഏതെങ്കിലും ഒരു നാട്ടുപഴവും കഴിക്കാം. എങ്ങനെയെങ്കിലും പെട്ടെന്ന് കുറച്ച് വണ്ണം വയ്ക്കണമെന്ന് കരുതി ഫാസ്റ്റ് ഫുഡും പിസയും മിൽക്ക് ഷേക്കും വാരി വലിച്ച് കഴിക്കരുത്. പഴങ്ങളും പച്ചക്കറികളും മഴുധാന്യങ്ങളും വ്യത്യസ്ത ഭക്ഷ്യവിഭവങ്ങളിൽ നിന്നുള്ള പ്രോട്ടീനും ഒപ്പം വല്ലപ്പോഴും ഇത്തരം കൊതിയൂറുന്ന രുചികളും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയാൽ മതി. ഒരു സുപ്രഭാതത്തിൽ ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിച്ചാൽ വയറു പെട്ടെന്ന് തന്നെ നിറഞ്ഞ് അധികം കഴിക്കാൻ പറ്റാതെ വരാം. ദിവസം 3 നേരം വലിയ അളവിൽ കഴിക്കുന്നതിലും നല്ലത് ചെറിയ അളവിൽ 4-5 നേരമായി കഴിക്കുന്നതാണ്. ഓരോ ഭക്ഷണ നേരത്തിനിടയിലും 2.5 മുതൽ 3 മണിക്കൂർ ഇടവേളയെ പാടുള്ളൂ. ഒരിക്കലും 5 മണിക്കൂറിൽ കൂടുതൽ ഇടവേള വരരുത്. ദിവസവും ഒരേ തരം ഭക്ഷണം തന്നെ കഴിക്കുന്നത് ബോറടിയാകും. പതിയെ കഴിക്കുന്നതിൻ്റെ അളവ് കുറയും. ഇടയ്ക്കൊക്കെ പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കണം. ആദ്യം പ്രോട്ടീനിൽ നിന്നും തുടങ്ങാം. ചീസ്, അണ്ടിപ്പരിപ്പുകൾ, ബീഫ്, മീൻ, യോഗർട്ട്, ബീൻസ്, മുട്ട എന്നിവയിൽ ഏതെങ്കിലുമൊക്കെ മാറി മാറി പരീക്ഷിക്കാം. പാകം ചെയ്ത ഭക്ഷണം ദിവസം 4-5 പ്രാവശ്യമായി കഴിക്കൽ ജോലിക്കാർക്കും മറ്റും പ്രായോഗികമാവില്ല. അവർക്ക് പഴങ്ങൾ, അണ്ടിപ്പരിപ്പുകൾ, കുക്കീസ്, ഉണക്കപ്പഴങ്ങൾ എന്നിങ്ങനെ അസൗകര്യമില്ലാതെ കൊണ്ടു നടക്കാവുന്ന സ്നാക്സുകൾ ഉപയോഗിക്കുക. പോർഷൻ സൈസ് കൂട്ടിക്കൊണ്ടുവരിക. ഉദാഹരണത്തിന് 5 അണ്ടിപ്പരിപ്പ് കഴിച്ചിരുന്നത് 10 എണ്ണമാക്കുക. പുഡിംഗ് ഒരെണ്ണം കൂടി കഴിക്കുക. ഓട്സാണ് കഴിക്കുന്നതെങ്കിൽ ആപ്പിളോ ഏത്തപ്പഴമോ നുറുക്കി ചേർക്കുക. എപ്പോഴും ഭക്ഷണം കഴിക്കാൻ അല്പം വലിയ പ്ലേറ്റ് എടുക്കുക. അങ്ങനെ സ്വാഭാവികമായും കൂടുതൽ ഭക്ഷണമെടുക്കും. ആദ്യം എടുത്ത ഭക്ഷണം കൊണ്ട് നിർത്തരുത്. രണ്ടാമത് ഒരൽപ്പം കൂടി വീണ്ടും എടുക്കുക. വെള്ളം മാത്രം കുടിക്കാതെ കാലറി കിട്ടുന്ന തരം പാനീയങ്ങൾ കുടിക്കുക. പഴച്ചാറുകൾ, പാൽ എന്നിവ ഉദാഹരണം. ഇടയ്ക്ക് ഒരു സോഡ കുടിക്കുക. അന്നജം കൂടുതലുള്ള ഭക്ഷണം ശരീരഭാരം കൂട്ടും. മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് തുടങ്ങി കിഴങ്ങുവർഗ്ഗങ്ങളിൽ അന്നജം വേണ്ടുവോളമുണ്ട്. ഇവയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഊർജ്ജസാന്ദ്രമായ ഭക്ഷണങ്ങളായതുകൊണ്ട് കൂടുതൽ കലോറി കിട്ടും. അരി, ബാർലി, ഓട്സ് പോലുള്ള ധാന്യങ്ങളിലും അന്നജം ധാരാളമുണ്ട്. ഇവയിൽ വിറ്റമിൻ ബിയും നാരുകളും കൂടിയുള്ളതിനാൽ അധിക ഗുണകരമാണ്. രാത്രി 8 മണിക്ക് ശേഷം ഭക്ഷണം കഴിച്ചാൽ തടി കൂടുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം. അതുകൊണ്ട് പെട്ടെന്ന് വണ്ണം വെക്കണമെന്നുണ്ടെങ്കിൽ രാത്രി വൈകി ഊർജം നിറഞ്ഞ ഉയർന്ന കാലറിയുള്ള ഏതെങ്കിലും ഒരു സ്നാക്ക് കഴിക്കുക. രാത്രി ശരീരത്തിലെ ഉപാചയ പ്രവർത്തനങ്ങളെല്ലാം മന്ദഗതിയിലാകും. എങ്കിൽ അടിസ്ഥാന ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ചെറിയ അളവിൽ ഊർജം ചെലവഴിക്കേണ്ടി വരും. ഉറക്കത്തിനായും കുറച്ച് ഊർജം പോകും. കിടക്കും മുമ്പ് ലഘുവായ സ്നാക്ക് കഴിച്ചിട്ട് കിടന്നു നോക്കൂ. ആഴ്ചകൾ കൊണ്ട് തന്നെ ശരീരഭാരത്തിൽ പ്രകടമായ വ്യത്യാസം കാണാം. പെട്ടെന്ന് ശരീരഭാഗം കൂട്ടണമെങ്കിൽ പാൽ കുടിക്കുക. മികച്ച ഗുണനിലവാരമുള്ള 2 തരം പ്രോട്ടീനുകൾ പാലിലുണ്ട്. പാലിനൊപ്പം മിൽക്ക് ഷേക്കുകളും പാലുകൊണ്ടുള്ള സ്മൂതികളും മാറി മാറി പരീക്ഷിക്കാം. കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണങ്ങൾ ശരീരം വണ്ണം വയ്ക്കാൻ സഹായിക്കുമെന്നത് ശരി തന്നെ. പക്ഷേ നല്ല കൊഴുപ്പ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. പൂരിത കൊഴുപ്പുകളും ചുവന്ന മാംസം, കൊഴുപ്പ് നീക്കാത്ത പാൽ, സോയാബീൻ, മീനെണ്ണ, ട്രാൻസ് ഫാറ്റുകളും ചിപ്സ്, പാക്കറ്റ് ഫുഡ് ഒക്കെ ഒഴിവാക്കുക. ഇവ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടാൻ ഇടയാക്കൂ. അപൂരിത കൊഴുപ്പുകൾ തിരഞ്ഞെടുക്കുക. ശരീരത്തിൽ നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാനും പേശിഭാരം കൂട്ടുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കാനും അപൂരിത കൊഴുപ്പുകൾ സഹായിക്കും. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഉയർന്ന പ്രോട്ടീനും കുറഞ്ഞ കൊഴുപ്പുമുള്ള ഭക്ഷണങ്ങളാണ്.